അനുഗ്രഹരാത്രി അനുഗ്രഹരാത്രി അനുഗ്രഹമൊഴുകും അസുലഭ സുന്ദര പാവനരാത്രിയിതാ അനുഗ്രഹമൊഴുകും അസുലഭ സുന്ദര പാവനരാത്രിയിതാ ദിവ്യകാരുണ്യമാ യേശു എൻ ജീവനെ തേടിയെത്തും പാവന സുന്ദര രാത്രി ദാവീദിൻ സോനുവേ പാപിയാം എന്നെ നീ അലിവാൽ തൊടണേ അനുഗ്രഹമൊഴുകും അസുലഭ സുന്ദര പാവന രാത്രിയിതാ അനുഗ്രഹമൊഴുകും അസുലഭ സുന്ദര പാവന രാത്രിയിതാ അനുഗ്രഹരാത്രി അനുഗ്രഹരാത്രി ഈ സന്ധ്യാസമയത്ത് നമ്മൾ വിശ്രമത്തിന് ഒരുങ്ങുന്ന നിമിഷങ്ങളിൽ ദൈവത്തോട് കൂടെയായിരിക്കാൻ വേണ്ടി ദൈവം സ്വയം നമ്മുടെ മധ്യത്തിലേക്ക് ഇറങ്ങി വരുന്ന നിമിഷമാണ്. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ അല്ലാതെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാനാവില്ല. ഒത്തിരി കൃപകൾ ഇന്ന് നമുക്ക് ദൈവം നൽകി. ഒത്തിരി പരാജയങ്ങളും ഉണ്ടായിട്ടുണ്ട്, വീഴ്ചകളും ഉണ്ടായിട്ടുണ്ട്. അവയ്ക്കെല്ലാം നമുക്ക് കർത്താവിനോട് മാപ്പപേക്ഷിക്കാൻ ഒരവസരമാണ്. ഒപ്പം ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാം. നമ്മൾ വിശ്രമത്തിന് ഒരുങ്ങുമ്പോൾ നമ്മുടെ ഉറക്കത്തെ ഈ രാത്രിയിൽ ദൈവത്തിൻ്റെ ഉള്ളം കൈയിലേക്ക് നമുക്ക് നമ്മെ തന്നെ വെച്ചു കൊടുക്കാം. അങ്ങനെ നന്ദി നിറഞ്ഞ മനസ്സോടെ ഇന്നേ ദിവസം നമുക്ക് ദൈവം എന്തായിരുന്നു അതിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ അല്പസമയം നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കാം. അപ്പമായി നമ്മുടെ മധ്യത്തിലേക്ക് ഇറങ്ങി വരുന്ന യേശുവിനെ, സജീവനായ ദൈവത്തെ നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് സ്വീകരിക്കാം. ഗാനത്തിൻ്റെ ഈരടികളോട് ചേർന്ന് നമ്മുടെ ഉള്ളിലേക്ക് നമുക്ക് കർത്താവിനെ സ്വീകരിക്കാം. യേശു എഴുന്നള്ളുമീ നിമിഷം എത്ര മോഹനം ആത്മാവിൽ പൂമഴയ സ്വർഗനാഥനിൻ ആഗതന സാഷ്ടാംഗം പ്രണമിച്ചിതാ എൻ്റെ ജീവിതം തരുന്നു ഞാൻ. Ah
ചെയ്തു പോയോർക്കരുതേ, അലിവോടെ നിൻ മകനാക്കണേ. ലോകപാത ഞാൻ നേടിയ ഈശോ എഴുന്നള്ളുമീ നിമിഷം. എത്ര മോഹമെൻ ആത്മാവിൽ പൂമഴയാ സ്വർഗനാഥനിൻ സാഷ്ടാംഗം പ്രണവിച്ചിതാ നിന്റെ ജീവിതം തരുന്നു ഞാൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം. പിതാവേ നന്ദി, പിതാവേ സ്തുതി, പിതാവേ സ്തോത്രം. പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ സ്തുതി, പരിശുദ്ധാത്മാവേ സ്തോത്രം. കർത്താവേ, കരുണയായിരിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഞങ്ങളുടെ മധ്യത്തിൽ സ്വയം ശൂന്യവൽക്കരിച്ച് ഞങ്ങളുടെ മധ്യത്തിലായിരിക്കുന്ന സർവശക്തനായ ദൈവമേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പിതാവേ നന്ദി, യേശുവേ നന്ദി, പരിശുദ്ധാത്മാവേ സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഞങ്ങളോടുകൂടി എന്നും ആയിരിക്കാൻ വേണ്ടി വിശുദ്ധ കുർബാന സ്ഥാപിച്ച പരമദിവികാരുണ്യത്തിന് നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമദിവികാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇതാ സ്വർഗം നമ്മോട് കൂടെ, സ്വർഗം താഴേക്ക് ഇറങ്ങി വന്നിരിക്കുന്നു. നമ്മെ സൃഷ്ടിച്ച ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച ദൈവം വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. ആ ദൈവം ഇതാ നമ്മുടെ മധ്യത്തിൽ. ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച ദൈവം എല്ലാ മനുഷ്യർക്കു വേണ്ടി സൃഷ്ടിച്ച് സ്വന്തം ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച് സ്നേഹം പ്രകടമാക്കിയ ദൈവം നമ്മോട് കൂടെ. എല്ലാ പ്രപഞ്ച ശക്തികളെയും നിയന്ത്രിക്കുന്ന സർവശക്തനായ ദൈവം, രക്ഷിക്കുന്ന ദൈവം, പരിപാലിക്കുന്ന ദൈവം ഇതാ നമ്മോട് കൂടെ. എമ്മാനുവേൽ, ദൈവമേ, എത്ര വലിയ സ്നേഹമാണ് അവിടുന്ന് ഞങ്ങളോട് കാണിക്കുന്നത്. അവിടുത്തെ സ്നേഹത്തിൻ്റെയും വിശ്വസ്തതയുടെയും പകരം തരാൻ ഞങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല. കർത്താവേ, അവിടുത്തെ വലിയ സ്നേഹത്തിൻ്റെ പ്രത്യുത്തരമായി അവിടുന്ന് ഞങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഞങ്ങളുടെ വിശ്വസ്തതയാണല്ലോ. അവിടുത്തെ സ്നേഹത്തിന് പകരം ഞങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് സഹോദരങ്ങളെ സ്നേഹിച്ചുകൊണ്ട് അവിടുത്തെ സ്നേഹിക്കലാണല്ലോ. കർത്താവേ, പരിപാലിക്കുന്ന സർവശക്തനായ അങ്ങയിലുള്ള വിശ്വാസവും പ്രത്യാശയും ഞങ്ങൾ ഏറ്റുപറയുന്നു. അസാധ്യമായതിനെ സാധ്യമാക്കുന്ന ദൈവം നമ്മോട് കൂടെ. ഇതാ നമ്മുടെ ദൈവം നമ്മുടെ ഉള്ളിൽ വസിക്കാൻ, വാതിൽ തുറന്നു തരാൻ ചോദിക്കുന്ന ദൈവം നമ്മോട് കൂടെ. നമ്മുടെ ഹൃദയവും മനസ്സും ദൈവത്തിന് തുറന്നു കൊടുക്കാം. കർത്താവ് നമ്മിലേക്ക് കടന്നു വരട്ടെ. യെശയ്യായുടെ പുസ്തകത്തിൽ 43-ാം അധ്യായത്തിൽ കർത്താവ് പറയുന്നുണ്ട്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു. ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു. രക്ഷിക്കുന്ന ദൈവമാണ്, ശിക്ഷിക്കുന്ന ദൈവമല്ല. രക്ഷിക്കാനാകാത്ത വിധം എൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല. നിന്നെക്കുറിച്ച് എനിക്കൊരു പദ്ധതിയുണ്ട്. നിന്റെ ക്ഷേമത്തിനാണ്, നാശത്തിനല്ല
എന്ന് അരുളി ചെയ്ത ദൈവം ഇതാ നമ്മുടെ മധ്യത്തിൽ. നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു. നീ എന്റേതാണ്. വ്യക്തിപരമായി അറിയുന്ന, അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ അറിഞ്ഞ് സ്നേഹിക്കുന്ന ദൈവം ഇതാ നമ്മുടെ മധ്യത്തിൽ. സമുദ്രത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. ഏതൊരു പ്രതിസന്ധി ഘട്ടത്തിലും, കൊടുങ്കാറ്റ് ആഞ്ഞു വീശുമ്പോഴും ദൈവം നമ്മോട് കൂടെ. നദികൾ കടക്കുമ്പോൾ അത് നിന്നെ മൂടിക്കളയുകയില്ല. അഗ്നിയിലൂടെ നടന്നാൽ നിനക്ക് പൊള്ളലേൽക്കുകയില്ല. ഞാൻ നിന്റെ ദൈവമായ കർത്താവാണ്. നീ എനിക്ക് വിലപ്പെട്ടവനും ബഹുമാന്യനും പ്രിയങ്കരനുമാണ്. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ആ ദൈവം ഇതാ നമ്മോട് കൂടെ. നമ്മളുടെ ഇല്ലായ്മയും അല്ലായ്മയും, സങ്കടവും സന്തോഷവും ദുഃഖവും നിരാശയും ആരോഗ്യവും രോഗാവസ്ഥയും നേട്ടങ്ങളും കോട്ടങ്ങളും വിജയങ്ങളും പരാജയങ്ങളും എല്ലാം ഏറ്റെടുക്കാൻ, നമ്മുടെ പാപം ഏറ്റെടുക്കാൻ ഇതാ നമ്മുടെ ദൈവം നമ്മോട് കൂടെ. ആ കർത്താവിനെ, ആ ദൈവത്തെ നമുക്ക് ആരാധനയും സ്തുതിയും കൃതജ്ഞതയും അർപ്പിച്ചുകൊണ്ട് ഒരു ഗാനത്തോട് ചേർന്ന് നമ്മുടെ ഹൃദയവും മനസ്സും ഉയർത്തി ദൈവത്തെ ആരാധിക്കാൻ നമുക്കൊരു നിമിഷം. ആരാധനയ്ക്ക് യോഗ്യനെ നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു. ആ ഗാനത്തിന്റെ അർത്ഥം മനസ്സിലാക്കി നമുക്ക് കർത്താവിനോട് ചേർന്ന് ആരാധനയ്ക്കു യോഗ്യനെ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ആരാധനയ്ക്കു യോഗ്യനെ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ആഴിയും മൂഴിയും നിർമ്മിച്ച നാഥന്, ആത്മാവിൽ ആരാധിക്കാം കർത്താവിന് നിത്യം സ്തുതിച്ചിടും ഞാൻ. ആത്മാവിൽ ആരാധിക്കാം കർത്താവിനെ നിത്യം സ്തുതിച്ചിടും ഞാൻ. ആരാധനയ്ക്കു യോഗ്യനെ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. നമ്മെ സൃഷ്ടിച്ച് പരിപാലിച്ച ദൈവം, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ടെന്ന് പറയുന്ന ദൈവം, ആ ദൈവത്തെ നമുക്ക് ഹൃദയം തുറന്ന് ആരാധിക്കാം. പാപത്താൽ നിറയപ്പെട്ട എന്നെ നിന്റെ ആണിയാൽ പിടിച്ചെടുത്തു. പാപത്താൽ നിറയപ്പെട്ട എന്നെ നിന്റെ ആണിയാൽ പിടിച്ചെടുത്തു. പാവന നീണം നൽകി പാപത്തിൻ കറവൊക്കി, രക്ഷിച്ച നാഥനെ ഞാൻ എന്നാളും ആത്മാവിൽ ആരാധിക്കാം. രക്ഷിച്ച നാഥനെ ഞാൻ എന്നാളും ആത്മാവിൽ ആരാധിക്കാം. ആരാധനയ്ക്ക് യോഗ്യനെ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. പിതാവിന്റെ കരങ്ങളിൽ മക്കൾ സുരക്ഷിതരാണ്. നമ്മളെ സൃഷ്ടിച്ച് പരിപാലിച്ച് രക്ഷിക്കുന്ന, സ്നേഹിക്കുന്ന, കരുതലുള്ള, പരിപാലിക്കുന്ന ദൈവം അപ്പസ്തോലന്മാരെ പോലെ നമുക്കും പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ കർത്താവേ. വിശ്വാസത്തിൽ ആഴപ്പെടുവാൻ, സ്നേഹിക്കുന്ന, പരിപാലിക്കുന്ന അവിടത്തിലുള്ള വിശ്വാസം ഏറ്റുപറയുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ആദിമ നൂറ്റാണ്ടിൽ നിന്ദാസ്
മാർക്കോസിൻ മാളികയിൽ. അതിമനൂറ്റാണ്ടിൽ നിൻദാസൻ മാർക്കോസിൻ മാളികയിൽ. നിന്നാവി പകർന്നപ്പോൾ നിന്ദാസർ മധ്യത്തിൽ. നിന്നാവി പകർന്നപ്പോൾ നിൻദാസർ മധ്യത്തിൽ. നിൻ ശക്തിയയച്ചിടുക എന്നെ ഞങ്ങൾ ആത്മാവിൽ ആരാധിക്കാം. നിൻ ശക്തിയയച്ചിടുക എന്നെ ഞങ്ങൾ ആത്മാവിൽ ആരാധിക്കാം. ആരാധനയ്ക്കു യോഗ്യനേ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ആരാധനയ്ക്കു യോഗ്യനേ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ആഴിയും മൂഴിയും നിർമ്മിച്ച നാഥനും ആഴിയും മൂഴിയും നിർമ്മിച്ച നാഥനും ആത്മാവിൽ ആരാധിക്കാം. കർത്താവിന് നിത്യം സ്തുതിച്ചിടും ഞാൻ. ആത്മാവിൽ ആരാധിക്കാം. കർത്താവിന് നിത്യം സ്തുതിച്ചിടും ഞാൻ. നിത്യം സ്തുതിച്ചിടും ഞാൻ. നിത്യം സ്തുതിച്ചിടും ഞാൻ. എല്ലാം അവസാനിച്ചുവെന്ന് നമ്മൾ കരുതുന്നിടത്താണ്, അസാധ്യമെന്ന് തോന്നുന്നിടത്താണ് ദൈവത്തിന് സാധ്യമാകുന്നത്. നമുക്ക് അസാധ്യമായതിനെ സാധ്യമാക്കുന്ന ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ വിട്ടുകൊടുക്കാം. വിശ്വാസം ദൈവം നമ്മെ സ്നേഹിക്കുന്നതിൻ്റെ പ്രത്യുത്തരമാണ്. ഹൃദയത്തിൽ വിശ്വസിക്കുക. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ആരെങ്കിലും ഈ മലയോട് ഇവിടെ നിന്ന് മാറി കടലിൽ ചെന്ന് വീഴുക എന്ന് പറയുകയും ഹൃദയത്തിൽ ശങ്കിക്കാതെ ഞാൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിക്കുകയും ചെയ്താൽ അവനത് സാധിച്ചു കിട്ടും. കർത്താവ് അരുളി ചെയ്യുന്നതാണ്. അതിനാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുവിൻ. വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന ദൈവം കേൾക്കും. പ്രാർത്ഥന ഫലിക്കാൻ വിശ്വാസം ആവശ്യമാണ്. ഈ മലയോട് ഇവിടെ നിന്ന് മാറുക എന്ന് പറഞ്ഞാൽ അതനുസരിക്കും. കർത്താവ് അർത്ഥശങ്കയ്ക്കിടമില്ലാത്ത വിധത്തിൽ അത് പ്രഖ്യാപിക്കുന്നുണ്ട്. കർത്താവിൻ്റെ ജീവിതത്തിൽ മുഴുവനും അപ്പസ്തോലന്മാർ ഭയചകിതരായപ്പോൾ അല്പവിശ്വാസികളെ നിങ്ങൾ എന്തുകൊണ്ട് ഭയപ്പെട്ടു എന്ന് ചോദിക്കുന്ന സന്ദർഭമുണ്ട്. പ്രിയപ്പെട്ടവരെ, നമുക്ക് വിശ്വാസത്തിൽ ആഴപ്പെടുവാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥന ചോദിക്കുന്നത് എന്തും തരുന്നവനാണെന്ന ബോധ്യം നമ്മുടെ മനസ്സിലുണ്ടാകട്ടെ. പ്രാർത്ഥന ഫലിക്കാൻ വിശ്വാസം ആവശ്യമാണ്. യേശു അത്ഭുതം പ്രവർത്തിച്ചത് വിശ്വാസമുള്ളിടത്താണ്. സ്ത്രീയെ, നിന്റെ വിശ്വാസം എത്രയോ വലുതാണ്, നീ ആഗ്രഹിച്ചത് നിനക്ക് സംഭവിക്കട്ടെ എന്ന് കർത്താവ് പറയുന്ന അനുഭവം. നമ്മുടെ ജീവിതത്തിൽ വിശ്വാസത്തിന് ഇളക്കം തട്ടുന്നത് ഒന്നും വരാതിരിക്കാൻ കർത്താവിൽ അടിയുറച്ച് വിശ്വസിക്കാൻ നമുക്ക് കഴിയട്ടെ. യേശു പറയുന്നുണ്ട്, വിശ്വസിക്കുക, വിശ്വസിക്കുക മാത്രം ചെയ്യുക, അവൾ സൗഖ്യം പ്രാപിക്കും. ജയൈറൂസിന്റെ പുത്രിയെ സുഖപ്പെടുത്തുന്നതിന് പോകുന്ന വഴിക്ക് അവൾ മരിച്ചു എന്നറിഞ്ഞപ്പോൾ കർത്താവിൻ്റെ വാക്കാണത്. വിശ്വസിക്കുക മാത്രം ചെയ്യുക, അവൾ സുഖം പ്രാപിക്കും. അപ്പം വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അർത്ഥശങ്കയ്ക്കിടമില്ലാത്ത വിധത്തിൽ കർത്താവിനോട് പ്രാർത്ഥിച്ചാൽ കർത്താവ് ശക്തിപ്പെടുത്തുന്ന അനുഭവമാണ്. യേശുവിലുള്ള വിശ്വാസം, ദൈവത്തിലുള്ള വിശ്വാസം. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകണ്ട. ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. കർത്താവ് പറയുന്നുണ്ട്, ദൈവത്തിലുള്ള വിശ്വാസവും മനുഷ്യരിലുള്ള വിശ്വാസവും. നമുക്കറിയാമല്ലോ, മനുഷ്യരെ വിശ്വസിക്കാതെ നമുക്ക് ജീവിക്കാനാവില്ല. അമ്മയെ വിശ്വസിക്കാതെ നമുക്ക് കുടുംബത്തിൽ ജീവിക്കാൻ പറ്റുമോ? അമ്മ തരുന്ന ഭക്ഷണത്തെ വിശ്വസിക്കണം. മനുഷ്യരെ വിശ്വസിക്കാതെ ദൈവത്തെ വിശ്വസിക്കാൻ സാധിക്കില്ല. ദൈവത്തിൽ വിശ്വാസമില്ലെങ്കിൽ മനുഷ്യനെയും വിശ്വസിക്കില്ല. പ്രിയമുള്ളവരെ, നമുക്ക് അസ്വസ്ഥത മാറണോ? ദൈവത്തിലുള്ള വിശ്വാസവും മനുഷ്യരിലുള്ള വിശ്വാസവും ആവശ്യമാണ്. അപ്പൻ ബാലനായ ഒരു കുട്ടിയെ രാത്രിയിൽ പുറത്തിറങ്ങാൻ ഭയമുണ്ടെങ്കിൽ അപ്പൻ കൂടെ ഉണ്ടെങ്കിൽ അവൻ്റെ ഭയം വിട്ടുമാറും. സുരക്ഷിതത്വം ലഭിക്കുന്ന അനുഭവമാണ്. ഒരമ്മയുടെ മടിത്തട്ടിൽ കിടക്കുന്ന കുഞ്ഞ്
എത്രയോ വലിയ സുരക്ഷിതത്വമാണ് അനുഭവിക്കുന്നത്. അപ്പോൾ വിശ്വാസത്തിൻ്റെ തലത്തിൽ നമ്മൾ ആഴപ്പെടണം. അപ്പോസ്തലന്മാർ പ്രാർത്ഥിച്ചു, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്ന്. യേശു പറയുന്നുണ്ട്, പുനരുത്ഥാനവും ജീവനും ഞാനാകുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. അപ്പോൾ യേശുവിലുള്ള വിശ്വാസം നിത്യജീവൻ അവകാശമാക്കാൻ നമുക്ക് ആവശ്യമാണ്. അല്പവിശ്വാസവും അവിശ്വാസവും അന്ധവിശ്വാസവും നമ്മളെ എങ്ങും കൊണ്ടെത്തിക്കില്ല. അടിയുറച്ച വിശ്വാസം നമുക്ക് ആവശ്യമാണ്. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. അപ്പോസ്തലന്മാരുടെ നടപടി പുസ്തകം 16-ാം അധ്യായം 31 നമ്മൾ വായിക്കുന്നതാണ്. കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. അപ്പോൾ സൗഖ്യം കിട്ടണമെങ്കിൽ വിശ്വാസം വേണം, പ്രാർത്ഥന ശ്രവിക്കണമെങ്കിൽ വിശ്വാസം വേണം, നിത്യജീവൻ ലഭിക്കാൻ വിശ്വാസം വേണം. വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന ഉറപ്പും കാണപ്പെടാത്ത ഉണ്ട് എന്ന ബോധ്യവുമാണ്. കാണപ്പെടാത്തവനിൽ ദൈവത്തിലുള്ള വിശ്വാസം, പ്രതീക്ഷിക്കുന്നവ ലഭിക്കുമെന്ന ഉറച്ച ബോധ്യം, ഇതിളകിപ്പോകാതിരിക്കട്ടെ. പിടക്കോഴി ചിറകിനുള്ളിൽ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കും. ചിറകിനുള്ളിൽ ഇരുട്ടാണെങ്കിലും കുഞ്ഞുങ്ങൾക്ക് ഭയമില്ല. ഇതുപോലെയാണ് ദൈവത്തിൻ്റെ ചിറകുകൾക്കുള്ളിൽ പിടക്കോഴി കുഞ്ഞിനെ സൂക്ഷിക്കുന്നത് പോലെ നമ്മളെ സൂക്ഷിക്കുന്ന, സംരക്ഷിക്കുന്ന ദൈവം. വിശ്വാസത്തിൻ്റെ ആഴമേറിയ അനുഭവം നമുക്കുണ്ടാകുന്നതിന് ഒരു പ്രാർത്ഥനാ ഗാനത്തോട് ചേർന്ന് നമുക്കും പ്രാർത്ഥിക്കാം. വിശ്വാസത്തിൽ ആഴപ്പെടണമേ, പെടാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നീ കർത്താവാണെന്നും നീ ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. 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 യേശുവേ രക്ഷകാ, കർത്താവേ നാഥനേ. യേശുവേ രക്ഷകാ, കർത്താവേ നാഥനേ. യേശുവേ രക്ഷകാ, കർത്താവേ നാഥനേ. നമ്മളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന, നമ്മൾ ചോദിക്കാതെ തന്നെ നമ്മുടെ ആവശ്യങ്ങൾ അറിയുന്ന ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് മക്കൾക്കടുത്ത അരൂപിയിൽ നമുക്ക് ചോദിക്കാം. മക്കൾ ചോദിക്കുമ്പോഴാണല്ലോ അപ്പന് സന്തോഷമുണ്ടാകുക. നമ്മുടെ ആവശ്യങ്ങൾ അറിഞ്ഞു ചെയ്യുന്നവനാണ് അപ്പൻ, അമ്മ. പക്ഷേ മക്കൾ ചോദിക്കുമ്പോൾ അത് ഏറെ സന്തോഷകരമാണ്. ചോദിച്ചിട്ട് ലഭിക്കുമ്പോൾ നമുക്കതുപോലെ ചോദിക്കാം കർത്താവിനോട്. നമ്മുടെ ആവശ്യങ്ങളെ കൊടുക്കാം, നമ്മുടെ നിയോഗങ്ങളെ കൊടുക്കാം, മറ്റുള്ളവർക്ക് വേണ്ടി ഒരു നിമിഷം പ്രാർത്ഥിക്കാം. മൗനമായി നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിക്കുക. നമ്മുടെ മനസ്സിനെ അലട്ടുന്ന പ്രശ്നങ്ങളെ കൊടുക്കുക. മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനേക്കാൾ വിലപ്പെട്ടതാണ് മധ്യസ്ഥ പ്രാർത്ഥന. നമ്മുടെ കുടുംബത്തിലുള്ളവരെ മുഴുവനും സമർപ്പിക്കുക. നമുക്ക് ദേഷ്യമോ വെറുപ്പോ ഉള്ളവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ആരെങ്കിലും നമ്മളെ വേദനിപ്പിച്ചുവെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക.
ഈ രാത്രി നമ്മൾ ഉറങ്ങാൻ പോകുമ്പോൾ കർത്താവിൻ്റെ ഉള്ളംകൈയിൽ കിടന്നുറങ്ങുവാൻ, ഒരമ്മയുടെ മടിത്തട്ടിൽ കിടന്നുറങ്ങുന്ന കുഞ്ഞിനെ പോലെ ശാന്തമായി സമാധാനത്തോടെ ഉറങ്ങുവാനുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കുന്നതിന് മുമ്പ് എല്ലാ നിയോഗങ്ങളും ഒരു നിമിഷം കർത്തൃസന്നിധിയിലേക്ക് കൊടുക്കാം. സ്നേഹിക്കുന്ന, രക്ഷിക്കുന്ന, പരിപാലിക്കുന്ന സർവശക്തനായ ദൈവം, പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശ ദിവ്യകടാക്ഷം തൂഗണമേ വത്സലസുതരീ. നിർമ്മലരാൽ ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. വിശ്വാസം നൽകണമേ നാഥ, വിശ്വാസം നൽകണമേ. വിശ്വാസം നൽകണമേ നാഥ, വിശ്വാസം നൽകണമേ. വിശ്വാസം നൽകണമേ നാഥ, വിശ്വാസം നൽകണമേ. പരിശുദ്ധ പരമദിവികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന പരിശുദ്ധ പരമദിവികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്നേഹത്തിന്റെയും കരുണയുടെയും അവതാരമായ പരിശുദ്ധ പരമദിവികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അനുഗ്രഹരാ